സ്റ്റൈപ്പൻഡോട് കൂടി ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതാണ്. നമ്മൾ ഈ കൊല്ലങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത് ഈ ഒരു പ്രഭാഷണത്തോടുകൂടെ അവസാനിപ്പിക്കാനും പാടില്ല. ഈ വിഷയത്തിൽ ഗഹനമായി ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ മരുന്നിനെ കുറിച്ചാണ്. എന്നാൽ ഞാനൊരു ഡോക്ടറല്ല, ഇതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷെ അത് ആ വിഷയത്തിന് ഞാൻ വാതിൽ തുറക്കുക. ഒരു മരുന്ന് എന്നത് ഖുർആനിൽ ഏറ്റവും ഗൗരവമായി പറഞ്ഞ വിഷയമാണ് മരുന്ന്. എന്തുകൊണ്ടത് നമുക്ക് വിഷയമായിക്കൂടാ? ഖുർആനിൽ നമസ്കാരത്തെയും സക്കാത്തിനെയും ചേർത്ത് പറഞ്ഞത് 32 തവണയാണ്. മരുന്നിനെ കുറിച്ച് പറഞ്ഞത് ആയിരക്കണക്കിന് തവണയാണ്. അതെങ്ങനെയാണ് നമ്മൾ ചർച്ചയാവാതിരിക്കുക? നമസ്കാരവും സക്കാത്തും ചേർത്ത് പറഞ്ഞത് 32 തവണയാണ്. എന്നാൽ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞതോ ആയിരക്കണക്കിന് തവണ. 5 നബിമാരെ അങ്ങോട്ട് കൂട്ടി. 5 നബിമാർ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഇതിഹാസ പുരുഷര, അതല്ല, അവരാണ് ഉലുൽ അസ്മ്. അവരിൽ അങ്ങോട്ട് കൊണ്ടുവച്ചു. ഏത്? സൂറത്ത് വത്തീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد الأمين. ഇനി പറഞ്ഞെന്താ? ഇനി ആരോഗ്യ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനിൻ വഹാദൽ ബലദിൽ അമീൻ. മനുഷ്യാരോഗ്യത്തിന്റെ ബേസാണ് ഈ 4 കാര്യം. ഇത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിയപ്പോൾ അതിന്റെ സൗന്ദര്യത്തിൽ ഞങ്ങൾ നമസ്കാരത്തിൽ മതിമറന്നു പോയി എന്ന് സ്വഹാബികൾ പറഞ്ഞ ഹദീസ് കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ഒരു വട്ടം ഓരോ ദിവസം, യാത്രയാണെങ്കിൽ പ്രത്യേകിച്ചും, ഒന്നിരിക്കൽ ഇശാന് അല്ലെങ്കിൽ സുബഹിന്. അതിന്നായിരിക്കും ഈ സുബഹ് നമസ്കാരത്തിന്റെ ഒക്കെ സാധാരണ വത്തീനി ഓതുന്ന ഒരു ശൈലി നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട് അല്ലേ? അല്ലേ? സുബഹിക്കൊരു വത്തീനി ഓതുന്ന ശൈലി. വത്തീനി ആരോഗ്യത്തെ കുറിച്ച് പറയാം. ആരോഗ്യമാണ് ഒരുപാട്. ഒരു സൂറത്തിൽ എന്താ പറയുന്നത് എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. ഏത് സൂറത്തിലും എല്ലാം പറയുന്നുണ്ട് എന്നാണ് എൻ്റെ എപ്പോഴത്തെ മനസ്സിലാക്കൽ. എല്ലാം എല്ലാത്തിലും ഉണ്ട്. വത്തീനിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഫിലോസഫി ഉണ്ട്, മെഡിക്കൽ സയൻസ് ഉണ്ട്, ഇനി അപ്പുറത്തെ പരലോകമുണ്ട്, ഈ ലോകമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ചരിത്രമുണ്ട്, പിന്നെ ലോകത്തിന്റെ ജോഗ്രഫിക്കൽ ബേസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ബേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു സൂറത്തിൽ എന്ത് പറയുന്നു എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ കലാമല്ലേ. ഇതിന്റെ ഒരു അവസ്ഥ എന്താ? തീൻ തീൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഏതാ? തീൻ എന്നത് ആദ്യത്തെ ഉലുൽ അസ്മിന്റെ മണ്ണ. ആദ്യത്തെ ഉലുൽ അസ്മ ആരാ? മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടത് അത്തിമരങ്ങൾക്കിടയിലാണ്. അത്തി എന്നത് അവിടുന്നാണ്. പിന്നെ ഇന്ന് കാണുന്ന ഈ ലോക ജനസഞ്ചയം അവിടുന്നാണ്. ആ മണ്ണിന് സൂഖു സമാനീൻ 80 ആളുകളുടെ പട്ടണം എന്ന് പറയപ്പെട്ടു. അവിടെ 80 ആളുകളാണ് കപ്പലിൽ നിന്നിറങ്ങിയത്. ഇതാണ് ഏറ്റവും അവസാനത്തെ അഭിപ്രായം. കൂടുതലുള്ള അഭിപ്രായം അതാണ് എന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു മസാലിക്കുൽ ഹുനഫായിലും അത്തഅലീമ വൽ മിന്ന എന്ന ഹബീബ റസൂലുള്ളാഹിന്റെ പരമ്പരയെ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ ഇത് വളരെ സവിസ്തരം മഹാനായ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വത്തീൻ എന്ന് പറയുന്നത് സത്യത്തിൽ അത്തിമരങ്ങളാ, അത്തിപ്പഴം. അത് വലിയ ചർച്ചയാണ്. ലോകത്ത് ആരോഗ്യദായകമായ ഏറ്റവും വലിയൊരു സാധനമാണ്. മനുഷ്യനെ ഋതുബത്ത് ആവശ്യമില്ലാത്ത ഈ മേധസ്സുകളെ മുഴുവൻ ഇല്ലാതാക്കും. ഈ നമ്മുടെ ഇടയിൽ ഇപ്പോൾ പുതിയ സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന നേരത്തൊക്കെ അത്തിപ്പഴം കഴിക്കാൻ വളരെ നല്ല ഉഷാറുള്ള സംഗതിയാണത്. ആരോഗ്യത്തിന് വളരെ ദായകമാണ് അത്തീൻ. വത്തീൻ വെറുതെ പഠിച്ചാൻ അങ്ങനെ പറയൂല. അള്ളാഹു അങ്ങനെ വെറുതെ പറയൂല. അത്തിമരത്തെക്കുറിച്ച് സത്യം ചെയ്യണമെങ്കിൽ കാരണം ഉണ്ടായിരിക്കും. അവിടുന്നാണ് ഇന്നത്തെ ഇന്നത്തെ ഈ ലോകത്തെ നാഗരികതകളൊക്കെ ഈ പിന്നീടുണ്ടായ സിവിലൈസേഷൻസിന്റെ മുഴുവനും ബേസാണത്. കാരണം അവിടെയാണല്ലോ 80 ആളുകളുടെ അങ്ങാടി. അവിടെയാണല്ലേ, അതിന്റെ മുകളിലാണ്, അതിന്റെ നടുവിലാണ് ഇപ്പോഴും എന്തുള്ളത്? സഫീനത്ത് നൂഹുള്ളത്. അതാണ് ജൂദി പർവ്വതം. വസ്തവത്താല ജൂദി എന്ന് ഹൂദിൽ പറയുന്നുണ്ട്. അത് അത്തിമരങ്ങളുടെ നാടാ. ആ അത്തിമരങ്ങൾക്ക് നടുവിലാണ് നങ്കൂരമിട്ടത്. അത്തിപ്പഴം ആരോഗ്യദായക. പിന്നെ വസ്സൈത്തൂൻ എന്താണ്? അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച പറയാം. എന്താണതൊക്കെ? സൈത്തൂൻ എന്നത് അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപമിച്ചത് സൈത്തൂനോട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്
മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ. സൂറത്തുൽ ആയത്തൊരു ആരോഗ്യം കൂടുന്ന ഈ ആയത്തിന്റെ പേര് ആയത്തു നൂർ എന്നാണ്. അല്ലാഹു നൂറാണ്, മുഹമ്മദ് നൂറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ നൂറാണ്, സൂറത്ത് നൂറാണ്, ഈ ആയത്ത് നൂറാണ്. നൂറ് 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 നൂറ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലാഹു നൂറാണ്, മുഹമ്മദ് നൂറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ നൂറാണ്, ഈ സൂറത്ത് നൂറാണ്, ഈ ആയത്ത് നൂറാണ്. നൂറിൽ നിന്ന് നൂറ് വരെയാണ്. ഇത് ഭയങ്കര ആയത്താണ്. ഈ ആയത്ത് ഒരു ദിവസം ഓടിയത്തിൽ അത് മതിയാവും മനുഷ്യന് ആരോഗ്യ സംരക്ഷണം ഉണ്ടാവുന്ന ഈ ആയത്തോട്ടി. ആരോഗ്യദായകമായ ഒരുപാട് കാര്യങ്ങൾ ആ ആയത്തിൽ പറഞ്ഞു. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. ഒന്നോടി നോക്ക്. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. നൂറിന്റെ എത്രാമത്തെ ആയത്താണത്? 35. വിദ്യാർത്ഥികൾ നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അറിയപ്പെടുക ബേസായിട്ട് നമ്മൾ 10 കൊല്ലം മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് അടിത്തറയാണ്. അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് അടിത്തറയുള്ള ആയത്തുകളാണ്. സൂറത്തുൽ നൂറിൽ 35. ഇന്ന് പഠിക്കാത്തവർ ഇന്ന് പഠിച്ചിരിക്കണം. അത് ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലികളാണ് മതിയെന്ന് നിനക്ക് നിന്റെ ആരോഗ്യത്തിൽ എന്താണ് ഈ ഖുർആൻ വിചാരിച്ചത്? അലൈക്കും ബിശിഫാഇൻ. ഷിഫയുടെ 2 സാധനത്തെ ഉപയോഗിക്കുക. ഒന്ന് ബിൽ ഖുർആൻ, ഒന്നാമത്തെ ഖുർആനാണ്. അത് നിനക്ക് മതി. അത് എന്നെ അങ്ങോട്ട് എല്ലാ മേധസ് കളയാനും ആരോഗ്യ മാനസിക ശാരീരിക ആരോഗ്യത്തിന് ഏറ്റവും ഉപയുക്തമാകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ തന്നെ ഒരു നിലക്ക് വേദഗ്രന്ഥങ്ങളെ കാണേണ്ടത് കാണാതെ പോയിട്ട് ഒരു പകുതി തന്നെ നമ്മൾ നിരീശ്വരവാദിയായോ എന്നാണ് ഇപ്പം എൻ്റെ കണ്ടെത്തൽ. അതാ ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തള്ളിയപ്പോൾ നമ്മൾ തന്നെ ഒരു നിലക്കൊരു കമ്മ്യൂണിസം നമ്മളിൽ തന്നെ വന്നുപോയിട്ടുണ്ട്. ഇത്തരം നിരീശ്വരവാദം നമ്മളിൽ കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ അറിയാൻ നമ്മൾ അതൊക്കെ ആയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മളെ ഈ താത്വികമായ അടിത്തറ നേരത്തെ ആ അടിത്തറ നമ്മുടെ മഹത്തുക്കളുടെ മണ്ണാണ്. മണ്ണിന് പ്രത്യേകത ഇല്ലേ? മണ്ണിന് പ്രത്യേകത ഇല്ലേ? മണ്ണിന് പ്രത്യേകതയുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അസ്രായിൽ അലൈഹി സ്വലാം റൂഹിനെ പിടിക്കാൻ വന്നപ്പോൾ അടിച്ചു എന്ന ഹദീസുണ്ട്. അടിച്ചു എന്ന ഹദീസുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് 659 559 ആണ്. ബഹ്റൈനിന്ന് കഴിഞ്ഞ അടുത്ത ക്ലാസ് കേട്ടിട്ട് കുറച്ച് ആളുകൾക്ക് സംശയം അത് കാസിമി ബുഖാരി കടത്തി കൂട്ടിയതാണോ എന്ന് ആരോ ബഹ്റൈനിൽ നിന്നെ വല്ലാതെ വിളിച്ച് ശല്യം ചെയ്തു. പിന്നെ ഞാൻ അതിന്റെ നമ്പർ നെറ്റ് നോക്കി എടുത്തു കൊടുത്തു. 659 559 ആണ് ഹദീസ്. സ്വഹീഹുൽ ബുഖാരി. അതായത് ഇതൊക്കെ പറയാനല്ലാതെ വിശ്വാസം പഠിക്കുന്ന പരിപാടി നമുക്കില്ല. ആദ്യം കൊണ്ട് കൊടുത്തു. ആരെ അടിച്ചത്? മഹാനായ സയ്യിദന അസ്രായിലിനെ അടിച്ചു. ആരടിച്ചു? സയ്യിദന മൂസാ അലൈഹി അടിച്ചു. ഓടിച്ചിട്ട് അടിച്ചു വിട്ടു. അതൊക്കെ ഓടിക്കാൻ കഴിയും നമുക്ക്. എനിക്കും നിനക്കും കഴിയില്ല. സയ്യിദന മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഞാൻ നിങ്ങളോട് കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞില്ലേ, നരകം എനിക്ക് പേടിയില്ല, എനിക്ക് എൻ്റെ റബ്ബിനെ മാത്രമേ പേടിയുള്ളൂ, നരകത്തിന് പേടി തന്നെയല്ല. പിന്നെ മാവിലായിക്കാര് പ്രിയന്മാരെ കൂട്ടത്തിൽ ഞാനും നരകത്ത് കിടന്നാൽ അവര് പറയും പഠിച്ച നമ്മളെ മൂല്യരാപ്പള ഈ ലായിലാല്ലെന്നാ നമുക്ക് ചെല്ലി നടന്നിട്ട് മൂല്യരാപ്പളി നമ്മളെ കൂട്ടത്തിൽ തന്നെ വളർന്നല്ലോ എന്ന് നമ്മൾ നരകത്തിലിട്ട് കളിയാക്കുന്നെ മാവിലായിക്കാര് തീയന്മാര്. അപ്പൊ പിന്നെ ലായിലായിലൊക്കെ ഒരു മോശമുണ്ട്, അത്രയേ ഉള്ളൂ. എനിക്ക് നരകത്തിന് ഒരു പേടിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ലോകത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. മണ്ണിന് പ്രത്യേകതയല്ലേ? ആദ്യം കൊടുത്ത് ഓട്ടിച്ചു. പിന്നെ അള്ളാന്റെ അടുക്കൽ പോയി സയ്യിദന അസ്രായിൽ. ഈ ഹദീസ് ബുഖാരിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. എന്നോട് ചോദിച്ചു, പഠിച്ചവനെ ഇതെന്ത് മനുഷ്യനാണ്? അർസൽതനില ഇലാ മൻ ലാ യുരീദുൽ മൗത. ഈ മനുഷ്യന് മരിക്കാൻ ഒരു പൂതിയില്ല, ആ ആളെടുത്തുള്ള ഇന്നെ പറഞ്ഞേച്ച്. അപ്പോൾ പറഞ്ഞു, മരിക്കാനൊക്കെ മൂസാക്ക് ആഗ്രഹമുണ്ട്, ഷർത്ത് എന്താണെന്ന് ചോദിക്കുകയും. അള്ളാഹ്ക്ക് ഷർത്ത് അറിയാം. മൂസാ നബി ഷർത്ത് അസ്രായിലിനെ മടക്കി പറഞ്ഞയച്ചു. എന്താ നിങ്ങൾ ആവശ്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഖരീബിനി ഇലൽ ഖുദ്സി ഹംയത അജരിൻ. ഈ ഫലസ്തീന്റെ ഈ ഭാഗത്ത് വെച്ച്, ഈ അങ്ങേ നാട്ടിൽ വെച്ച് എന്നെ മരിപ്പിക്കാൻ പാടില്ല. എന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ മരിപ്പിക്കണം. ആ മണ്ണിൽ എനിക്ക് കിടക്കണം. പിന്നെ ഇവിടുന്ന് മരിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയാൽ പോരെന്ന്. അങ്ങനെ പറ്റില്ല. ലാ തുങ്കലു അജ്സാദുൽ അംബിയാ. അമ്പിയാക്കൾ ഒരു നാട്ടിൽ മരിച്ചാൽ, ഒരു മണ്ണിൽ മരിച്ചാൽ അവിടുന്ന് വേറൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യാൻ പാടില്ല. അതാണ് ഏറ്റവും വിഷയം. ഇന്ന് നമുക്കും തന്നെ ചില ആളുകൾ ഗൾഫിൽ നിന്ന് മരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു വ്യായാമമുണ്ട്. അതൊന്നും നല്ല സംഗതിയല്ല. ഒരാൾ ഒരു മണ്ണിൽ മരിച്ചാൽ ആ നാടാണ് അയാളുടെ ജസദുമായി അഹക്കായ സ്ഥലം. അതാണ് അതിന്റെ ബന്ധപ്പെട്ട സ്ഥലം. അങ്ങനെയാണ്. അതാണ് അതിന്റെ വിഷയം. മദീനയിൽ മരിച്ചത് പോലും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് മറവ് ചെയ്യുന്ന ശൈലി നമ്മുടെ നാട്ടിലുണ്ട്. എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? മദീനയിൽ മരിച്ച ആളുകൾക്ക് നാളെ മറ്റന്നാൾ അതാ വിഷയം. മദീനയിൽ മരിച്ച ആളുകൾക്ക് അള്ളാന്റെ ഹബീബ് ശഫാഅത്ത് ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മക്ക മദീന. ഇതൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണിന് വേണ്ടി കൊടുക്കുക. ആ മണ്ണിന് എന്താ ഈ മണ്ണിന്റെ പ്രത്യേകത? ഈ മണ്ണിന്റെ ബാറക്കന ഹൗലഹൂന, അതിൽ പ്രധാനമായും സൈത്തൂന. അപ്പൊ സൈത്തൂൻ എന്ന് പറഞ്ഞത് ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യത്തിനും ആരോഗ്യദായക. കുലു സൈത വദ്ദഹിനു ബിഹി ഫഇന്നഹാ മിൻ ഷജറത്തിൻ മുബാറക. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സൈത്തൂന്റെ കായ കഴിക്കണം, സൈത്തൂന്റെ എണ്ണ പുരട്ടണം. അത് ബറക്കത്താക്കപ്പെട്ട വൃക്ഷമാണ്. സ്വർഗത്തിൽ നിന്ന് നേരെ ഭൂമിയിലേക്ക് ഇറക്കിയ വൃക്ഷമാണ് അത്തി. അതേപോലെ തന്നെ സൈത്തൂൻ സ്വർഗത്തിലെ വൃക്ഷമാണ്, സ്വർഗത്തിലെ വൃക്ഷമാണ്. അത്തിപ്പഴം സ്വർഗത്തിലെ പഴമാണ്. സൈത്തൂൻ കായ സ്വർഗത്തിലെ കായാണ്. സ്വർഗത്തിലെ ചില വിഭവങ്ങൾ ഭൂമിയിൽ കിട്ടും. സ്വർഗത്തിലെ നൈൽ നദിയിലെ വെള്ളം സ്വർഗത്തിലെ വെള്ളമാണ്. നൈൽ നദിയിലെ വെള്ളം സ്വർഗത്തിലെ വെള്ളമാണ്. നാളെ ഞാൻ വിശദമായി പറയാം. അതെങ്ങനെ ആവാന്ന് ഈ എഞ്ചിനീയർ ആവണ്ടാണ്, അള്ളാഹു അങ്ങോട്ട് ആക്കി. സ്വർഗത്തിൽ നിന്ന് വരുന്ന കിണറാണ് ഏത്? മാവു സംസം. തർക്കമില്ലല്ലോ, തർക്കമുണ്ടോ ആ കാര്യത്തിൽ? കോടാനക്കോടി മനുഷ്യരല്ല ദിനേന ഉപയോഗിക്കുന്നത്, ലക്ഷമാണ്. ദിനേനേൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് നോമ്പ് തുറക്കുന്നതിൽ ഒരു 90% ആളുകളും അറബ് നാടുകളിൽ മറ്റുമൊക്കെ നോമ്പ് തുറക്കുന്നത് ഇപ്പോഴും മാവു സംസം കൊണ്ടാണ്.